മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്ന് ഇന്നാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം ഒരുവിധം ഒന്ന് ശമിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിരുന്നിലേക്ക് ഗവർണറെ ക്ഷണിച്ചിട്ടില്ല, എന്നാൽ മറ്റുള്ളവർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രധാനമായും ആളുകളെ ക്ഷണിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ് നമുക്കൊപ്പം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. മുഖ്യമന്ത്രിയുടെ പുതുവത്സര വിരുന്നുമായി ബന്ധപ്പെട്ട സാമൂഹിക സാംസ്കാരിക മേഖലകളിലുള്ളവരെ, അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരെ ഈ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സജി ചെറിയാനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ നേതാക്കളെ സജി ചെറിയാന്റെ പ്രസ്താവന അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി KCBC ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇക്കാര്യത്തിൽ സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാതെ അല്ലെങ്കിൽ വിശദീകരണം നൽകാതെ സർക്കാരുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്നാണ് KCBC വ്യക്തമാക്കിയത്. സ്വാഭാവികമായും ഇന്ന് മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ KCBCയും അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭാ നേതൃത്വവും പങ്കെടുക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ക്ലിമീസ് ബാവ പറഞ്ഞത് ഇനിയും മണിക്കൂറുകൾ ഉണ്ടല്ലോ ഈ പ്രശ്നത്തിന് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിനിടയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായി എന്ന് പ്രതീക്ഷിക്കാം. കാരണം സജി ചെറിയാൻ ഈ വിവാദ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുന്നു. അത് ക്രൈസ്തവ സഭാ നേതാക്കളെ അപമാനിക്കുന്ന തരത്തിൽ എന്ന് ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളാണ് അദ്ദേഹം പിൻവലിച്ചത്. സ്വാഭാവികമായും എല്ലാ ക്രൈസ്തവ സഭകളും ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈസ്തവ സഭാ നേതാക്കളും KCBCയും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഈ വിരുന്നിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉച്ചയ്ക്ക് മസ്കറ്റ് ഹോട്ടലിലാണ് ഈ വിരുന്ന് നടക്കുന്നത്. ഏതായാലും ഇന്നത്തെ വിരുന്നിൽ ക്രൈസ്തവ സഭാ നേതാക്കൾ പങ്കെടുക്കുമെങ്കിൽ സർക്കാരിന് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമാകും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയെ അല്ലെങ്കിൽ സഭകളെ പിണക്കുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. പാർട്ടിയും നേരത്തെ അത്തരത്തിലൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെ സജി ചെറിയാന്റെ പ്രസ്താവനകളെ തള്ളിപ്പറഞ്ഞതും അത് സജി ചെറിയാന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് വ്യക്തമാക്കിയതും. ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാരിനുള്ള നിലപാട് എന്തെന്ന് സർക്കാർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ ഇത്തരം പരാമർശങ്ങൾ പിൻവലിച്ചുവെങ്കിലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ക്രൈസ്തവ സഭാ നേതാക്കൾക്ക് സഭകൾ ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ക്രൈസ്തവ സഭ ഉയർത്തിയ അതേ ആശങ്കയും ആരോപണവും അല്ലെങ്കിൽ പരാതിയും തന്നെയാണ് സജി ചെറിയാനും ഉയർത്തിയത് എന്ന് അവരും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരുമായുള്ള തർക്കത്തിൽ ഒരു മഞ്ഞുരുക്കൽ ഉണ്ടായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. ഏതായാലും ഇന്ന് ഇക്കാര്യത്തിലുള്ള നിലപാട് അല്പം കൂടി കഴിയുമ്പോൾ സഭകൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്.